ഇന്ന് നമ്മൾ ചക്ക വിളയിച്ചതാണ് തയ്യാറാക്കുമ്പോൾ കുറച്ച് സമയം എടുക്കുമെങ്കിലും തയ്യാറാക്കിയതൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ 4 മണിക്ക് ചായയോടൊപ്പം അടയെല്ലാം ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ ചക്കയുള്ളവരെല്ലാം ഈ രീതിയിൽ തയ്യാറാക്കി വെച്ച് നോക്കൂ. ഞാനിവിടെ നന്നായി പഴുത്ത ചെറുതായിട്ട് അരിഞ്ഞെടുത്ത 2.5 കിലോ ചക്കയാണ് വിളയിക്കാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചുവട് കട്ടിയുള്ള ഏത് പാത്രവും എടുക്കാം. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും നമുക്കിത് ഇളക്കിയൊക്കെ എടുക്കാനായിട്ട്. കാരണം അടിയിലൊന്നും ഒട്ടും തന്നെ പിടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് അടച്ചു വെക്കാം. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റായി. ചക്ക നല്ലതുപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നും കൂടി നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇപ്പോൾ ഇവിടെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ചക്ക നല്ല പാകത്തിന് വേവായി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ശർക്കര നീര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 650 ഗ്രാം ശർക്കര 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുത്തതാണ്. ഇത് ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ശർക്കര നീരിൽ കിടന്ന് വേണം ചക്കയിന് നമുക്ക് നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു കിട്ടണം. അപ്പോൾ അടച്ചു വെക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്ത് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ 35 മിനിറ്റ് കൂടി ആയിട്ടുണ്ട്. ചക്ക നല്ല പാകത്തിന് നമുക്ക് വെന്ത് ഉടഞ്ഞു കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരു 6 കപ്പ് ചിരകിയ തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടിയും ചേർത്ത് നല്ലതുപോലെ നമുക്കിതൊന്നും കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 30 മിനിറ്റ് സമയം കൂടി നമുക്കിതൊന്ന് വേവിക്കാനുണ്ട്. അപ്പോൾ ചക്കയുടെ അളവ് കൂടുതലായതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. കുറഞ്ഞ അളവിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇത്രയും സമയമൊന്നും എടുക്കുകയില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം നമുക്ക് ഒരു 30 ഏലയ്ക്ക 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം. ഇപ്പോൾ തേങ്ങയും ചേർത്ത് വിളയിക്കാൻ തുടങ്ങിയിട്ട് 30 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള സമയം നമ്മളിത് തുറന്ന് വെച്ച് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ട് വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ 15 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. അത് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 15 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. 15 മിനിറ്റിന് ശേഷം വീണ്ടും ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് വീണ്ടും നന്നായി യോജിപ്പിക്കാം. ഈ ഒരു സമയം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കയും കൂടി ചേർത്ത് കൊടുത്ത് യോജിപ്പിക്കാം. ഇപ്പോൾ ഇവിടെ വീണ്ടും ഒരു 20 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ചക്ക വിളയിച്ചത് നമ്മുടെ റെഡിയായി കഴിഞ്ഞു. ഈ ഒരു അളവിലായിരിക്കണം നമ്മൾ ചക്ക വിളയിച്ചെടുക്കേണ്ടത്. കാരണം ഇത്രയും നല്ല ആ ഒരു കളറൊക്കെ മാറി നല്ല വിളഞ്ഞു വന്ന ഈ ഒരു പരുവത്തിൽ വിളയിച്ചാൽ മാത്രമേ ഇത് നമുക്ക് കൂടുതൽ നാൾ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ ചക്ക വിളയിച്ചത് നല്ലതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രങ്ങളിൽ നിറച്ച് ഫ്രീസറിൽ സൂക്ഷിക്കാം. അപ്പം വർഷം മുഴുവൻ ചക്ക വിളയിച്ചത് ഉപയോഗിക്കാൻ പറ്റും ഈ രീതിയിൽ നമുക്ക് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ രീതിയിൽ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.